നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമനിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി നാരായണ ഹരി. ഇന്ന് നമ്മൾ തൃതീയ സ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. ഇതിൽ കപിലവാസുദേവനായി പിറന്ന ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഒരു ജീവൻ്റെ ആധാരമായ പ്രപഞ്ച ഘടകങ്ങളെക്കുറിച്ച് വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ചില സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ, ആ ജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വൈരാഗ്യം വന്നു ചേരും. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കുറേ കാര്യങ്ങൾ, പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചത്തിൻ്റെ ഘടന എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ നിലനിൽപ്പ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അഞ്ച് തത്വങ്ങൾ ചേർന്നതാണ് പ്രപഞ്ചം എന്ന് നമുക്കറിയാം. ആ അഞ്ച് തത്വങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ പുതുതായിട്ട് കേൾക്കും. എല്ലാവരും ഇപ്പോൾ ആരൊക്കെ തുടർച്ചയായിട്ട് കേൾക്കണം എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് സൂചിപ്പിക്കാൻ നോക്കാം. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിങ്ങനെയുള്ള പഞ്ചഭൂതങ്ങൾ. പിന്നെ രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം എന്നീ 5 സ്വഭാവങ്ങൾ. അവയാണ് ഇത്. പിന്നീട് അതിനെ പ്രവർത്തിപ്പിക്കുന്ന നേത്രം, ശ്രോത്രം, നാസിക, ത്വക്ക്, നാവ് തുടങ്ങിയ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ കൈ, കാൽ, മേഘം, പായു, വാക്ക് തുടങ്ങിയ 5 കർമ്മേന്ദ്രിയങ്ങൾ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെ 4 വിധത്തിലുള്ള അന്ധകരണങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ 25-ാമത്തെ, ഇപ്പം 24 ഉള്ളൂ, 4, 5, 24, 24 ഉള്ളൂ. പിന്നെ അതിൻ്റെ 25-ാമത്തെ തത്വമായിട്ട് ജീവൻ അല്ലെങ്കിൽ കാലം എന്ന് എന്നെ സൂചിപ്പിക്കുന്നു. അങ്ങനെ 25-ാമത്തെ തത്വമായിട്ട് കാലത്തെ കണക്കാക്കാം. ആ കാലം ഒരു ജീവന്റെ ഉള്ളിൽ പുരുഷനായിട്ടും ജീവനായിട്ടും പുറത്ത് കാലസ്വരൂപിയായിട്ടും വർത്തിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ തത്വങ്ങൾ. ഇതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനമായ ദേവതകൾ, അവയുടെ മറ്റ് പ്രവർത്തനങ്ങൾ. കുറച്ച് ദൈർഘ്യം കൂടിയ അധ്യായമായതുകൊണ്ട് ഇനി ഞാൻ പാരായണം ചെയ്യുള്ളൂ. കാരണം ഇത് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോന്നും പറഞ്ഞ് വിസ്തരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പാരായണമാണോ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ശ്രദ്ധാപൂർവം പാരായണം ചെയ്യാം. അത് നിങ്ങൾ കേൾക്കുക. ഇതിൻ്റെ വിശദീകരണങ്ങളാണ്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സത്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം വൈരാഗ്യം സ്വാഭാവികമായി സംഭവിക്കും. അതാണ് ആദ്യത്തേത്. പിന്നെ ജീവന്റെ ഗതികളെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെ പടിപടിയായിട്ടാണ്. ആദ്യം എന്താണ് അസത്തായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ തർഷണം, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനമാണ്, ആവശ്യമില്ലാത്ത ഇടപെടലാണ്, മനസ്സാണ് ഏതൊരു ജീവൻ്റെയും ആദ്യത്തെ അപകടകരമായ അവസ്ഥ. അതിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ച്, ഒരു ജീവൻ എങ്ങനെ നിലനിൽക്കുന്നു പ്രപഞ്ചത്തിൽ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ ആ ജീവന്റെ ഗതിയെക്കുറിച്ച് അടുത്ത അദ്ദേഹത്തിൽ പറയുന്നു. അങ്ങനെയുള്ള ക്രമമായിട്ട് പോകുന്നു അർത്ഥം. ശ്രദ്ധിക്കുക. നാരായണ ഹരേ നാരായണ ഹരേ. അത ഷഡിംശതിത്തമോധ്യായം ശ്രീ ഭഗവാനുവാചം അതതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യദ്വിദിത്വാ വിമുച്യേതാം പുരുഷപ്രാകൃതേർഗുണാഗുണൈ. അതതേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം. ഈ 25 തത്വങ്ങളുടെയും ലക്ഷണം ഞാൻ അമ്മയ്ക്ക് വെവ്വേറെയായി പറഞ്ഞുതരാം. അത് മനസ്സിലാക്കിയാൽ, ഈ പ്രകൃതി ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ അമ്മയ്ക്ക് സകല സമൂഹങ്ങൾ അകന്നു പോകും. യദ്വിദിത്വാ വിമുച്ഛേദ പുരുഷപ്രാകൃതൈർഗുണൈ ജ്ഞാനം നിശ്രേയസാർത്ഥായ പുരുഷസ്യാത്മദർശനം യഥാഹുർവർണയേ തത്തേ ഹൃദയഗ്രന്ഥിവേദനം അനാദിരാത്മാ പുരുഷോ നിർഗുണാ പ്രകൃതേപരം പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിർ വിശ്വം യേന സമന്വിതം സയേഷ പ്രകൃതിം സൂക്ഷ്മം ദൈവീം ഗുണമയീം വിഭു എതിർച്ഛയോപഗതം അഭ്യപദ്യതലീലയാം സയേഷ പ്രകൃതിം സൂക്ഷ്മം ദൈവീം ഗുണമയീം വിഭു എതിർച്ഛയോപഗതാം അഭ്യപദ്യതലീലയം ഗുണൈർവിചിത്രസ്രജതിം സരൂപാ പ്രകൃതിം പ്രജം വിലോക്യ മുമുഖേ സദ്യ
സഹിഹജ്ഞാനഗൂഹയാം ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസുക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. ഗുണങ്ങളെ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഒരു ജീവന് കർത്തൃത്വ, ഞാനാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്നുള്ള ബോധമുണ്ടാവുന്നു എന്ന് ഈ വരികളിലൂടെ പറയുന്നു. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസുക്രിയമാണേഷു. താൻ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം തൻ്റെ കർത്തൃത്വം തോന്നുന്നു അർത്ഥം ഒരു ജീവന്. ഗുണൈരാത്മനിമന്യത് തദസ്യ സംസൃതിർബന്ധ, അത് സംസാരത്തിന് കാരണമായിത്തീരുന്നു. പാരതന്ത്ര്യം ചതൽകൃതം ഭവത്യകർത്തുരീശസ്യ സാക്ഷിണോ നിർവൃതാത്മനം കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിധു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. ശ്രീദേവഭൂതിരുവാച പ്രകൃതേ പുരുഷസ്യാഭി ലക്ഷണം പുരുഷോത്തമം ബ്രൂഹി കാരണയോരസ്യ സദസച്ചയതാത്മകം. പ്രകൃതിയുടെയും പുരുഷന്റെയും ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഭഗവാനോട് അമ്മ ചോദിക്കുന്നു. അതിനുത്തരമാണ് ഇനി പറയുന്നത്. ശ്രീ ഭഗവാനുവാചം യത്തത്രിഗുണമവ്യക്തം നിത്യം സദസദാത്മകം പ്രധാനം പ്രകൃതിം പ്രാവൂരവിശേഷം വിശേഷവൽ പഞ്ചഭിർബ്രഹ്മ ചതുർഭിർദശഭിസ്തദാ. ആ നേരത്തെ പറഞ്ഞു പഞ്ചഭിർ അഞ്ചഞ്ചായിട്ടുള്ള 4 പറഞ്ഞു, പിന്നെ ഒരു 4 പറഞ്ഞു. അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു തന്നു നിങ്ങൾക്ക്. ചതുർഭിർദശഭിസ്തദം ഏതര ചതുർവിംശതികം, ഇങ്ങനെ 24 തത്വങ്ങൾ പറഞ്ഞു. ചതുർവിംശതികം ഗുണം ഗണം പ്രാധാനികം വിദു, ഇങ്ങനെ 24 ഗണങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങളായ 24 തത്വങ്ങളും പറഞ്ഞു. പിന്നെ അവയിൽ കൂടെ ഇനി അവയെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ വിസ്തരിച്ച് പറയുന്നു. മഹാഭൂതാനി പഞ്ചൈവ, മഹാഭൂതങ്ങൾ 5. അത് ഏതൊക്കെയാണ്? ഭൂരാപോ അഗ്നി മരുൻ നഭ തന്മാത്രാണി, അവയുടെ തന്മാത്രകളായ ഗന്ധാദികൾ. പിന്നീട് പറയുന്നു തന്മാത്രാണി ചതാവന്തി ഗന്ധാദീനി മതാനിമേ, അത് ഏതൊക്കെ പറയുന്നു. പിന്നെ ഇന്ദ്രിയങ്ങൾ പറയുന്നു. ഇന്ദ്രിയാണി ദശശ്രോത്രം, 10 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 1 ജ്ഞാനേന്ദ്രിയം. ഇന്ദ്രിയാണി ദശശ്രോത്രം ത്വദൃക് രസനനാസികം വാക്കരൗ ചരണവുമേഢ്രം പായുർദശമൗച്യതേ. ആ 10 പേര് പറഞ്ഞു. മനോബുദ്ധിരഹങ്കാരം ചിത്തം, പിന്നെ 4 ഇതൊക്കെ ഇതിൽ പറഞ്ഞാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെ 4. ചതുർദാ ലക്ഷ്യതേ ഭേദ വൃത്യാ ലക്ഷണരൂപയാ മനോബുദ്ധിരഹങ്കാര ചിത്തമിത്യന്തരാത്മകം ചതുർധാ ലക്ഷ്യതേ ഭേദോ വൃത്യാ ലക്ഷണരൂപയം ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണ സഗുണസ്യ സന്നിവേശോ മയാ പ്രോക്തോ യക്കാല പഞ്ചവിംശകം. കാലം 25, 25ാമതായിട്ട് കാലത്തെ പറഞ്ഞു. അത് ഇവിടെയും പറയുന്നു. പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകയതോ ഭയം. കാലത്തെക്കുറിച്ചാണ് നമുക്ക് ഭയം. നമ്മുടെ ആയുസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ഭയപ്പെടുന്നു. അഹങ്കാര വിമൂഢസ്യ കർത്തുപ്രകൃതിമീയുഷം പ്രകൃതേർഗുണസാമ്യസ്യ നിർവിശേഷസ്യ മാനവി ചേഷ്ടായതസ്സ ഭഗവാൻ കാല ഇത്യുപലക്ഷിതം അന്തഃപുരുഷരൂപേണം. ഈ കാലം എങ്ങനെ വർത്തിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുന്നു. അന്തഃപുരുഷരൂപേണ കാലരൂപേണ, കാലരൂപത്തിൽ പുറത്തും പ്രകൃതിയിലും പുരുഷരൂപത്തിൽ അകത്തും സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? ഈ 25ാമത്തെ തത്വം, കാലം എന്ന തത്വം. അന്തഃപുരുഷരൂപേണം കാലരൂപേണ യോഭിഹി സമന്യത്യേഷ സത്വാനം ഭഗവാനാത്മമായ ദൈവാൽക്ഷുഭിതധർമ്മിണ്യാം സ്വസ്യം യേനൗ പരപ്പുമാൻ ആദത്തവീര്യം സ്വാസൂത മഹത്വത്വം ഹിരൺമയം. പിന്നെ ആ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആദ്യം പറയുന്നു. ആദ്യം മഹത്വത്വം ഉണ്ടായത് പറയുന്നു. വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുരം സ്വതേജസാ വിപത്തീവ്രം ആത്മപ്രസ്വാപനന്തമം യത്തത് സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവതപദം യഥാഹുർവാസുദേവാഖ്യം ചിത്തം തൻ മഹതാത്മകം. ചിത്തത്തിന്റെ ദേവതയാണ് വാസുദേവൻ എന്ന് പറയുന്നു. സ്വച്ഛത്വം അവികാരിത്വം ശാന്തിത്വമിതി ചേതസം വൃത്തിപേർലക്ഷണം. അതിൻ്റെയൊക്കെ വൃത്തികളും അതിൻ്റെ എല്ലാം സ്വഭാവങ്ങളും വൃത്തികളും പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു തരേണ്ടതാണ്. പക്ഷേ പറഞ്ഞു തരാൻ നിന്നാൽ നമുക്ക് എത്രയോ സമയം കഴിഞ്ഞാലും ഇത് കഴിയില്ല അർത്ഥം. 1 മണിക്കൂറും 2 മണിക്കൂറും വേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. ഞാനിപ്പോൾ പാരായണം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എത്തത് സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവതപദം യഥാഹുർവാസുദേവാക്യം ചിത്തം തന്മഹതാത്മകം സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇതി ചേതസാ വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാവാം പ്രകൃതിപരം മഹത്തത്വാൽ വികുർവാണാൽ ഭഗവൽ വീരസംഭവാൽ
ക്രിയാശക്തിരഹങ്കാര ത്രിവിധ സമബദ്ധ്യത. മഹത്തത്വത്തിൽ നിന്ന് പിന്നീടുണ്ടായ മറ്റു കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞുകൊണ്ടാണ്. മഹത്വത്വാൽ വികുർവാണാൽ ഭഗവൽ വീര്യസംഭവൽ ക്രിയാശക്തിരഹങ്കാരം. ക്രിയാശക്തിയും അഹങ്കാരവും 3 വിധമായി തിരിഞ്ഞു. 3 ഗുണങ്ങൾക്കനുസരിച്ച് 3 പേര്: താമസം, രാജസം, സാത്വികം. ഇങ്ങനെ 3. വൈകാരിക തൈജസശ്ച താമസശ്ച. വൈകാരികം എന്ന് പറഞ്ഞത് സാത്വികം, തൈജസം എന്ന് പറഞ്ഞാൽ രാജസം, പിന്നെ താമസം. ഇങ്ങനെ 3 വിധത്തിൽ. വൈകാരിക തൈജസശ്ച താമസശ്ച യഥോഭവ മനസശ്ചേന്ദ്രിയാണാം ച ഭൂതാനാം മഹതാമവി സഹസ്രശിരസം സാക്ഷാൽ യമനന്തം പ്രജക്ഷതി സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം. കർത്തൃത്വം കരണത്വം ച കാര്യത്വം ചേതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതി വാസ്യാത് അഹങ്കൃതേ. വൈകാരികാൽ വികുർവാണാൽ മനസ്തത്വം അജായത യസങ്കൽപ്പ വികൽപ്പാഭ്യം വർത്തതേ കാമസംഭവാം. യത് വിദുർ ഹ്യനുരുദ്ധാഖ്യം ഋഷികാണാമതീശ്വരം. ഋഷികളുടെ ഇന്ദ്രിയങ്ങളുടെ അധിപതിയാണ് അനിരുദ്ധൻ എന്ന് പറയുന്ന ദേവത എന്ന് പറയുന്നു. ആ 4 മനസ്സിൻ്റെ അപ്പോൾ ദേവത ആരാണ്? മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ദേവത. അപ്പോൾ മനസ്സിൻ്റെ ദേവതയാണ് ആര്? അനിരുദ്ധൻ എന്നർത്ഥം. സംഘർഷണൻ അഹങ്കാരത്തിൻ്റെ. ഇങ്ങനെ ഓരോന്നിൻ്റെയും അടിസ്ഥാനമായ ദേവതകളെക്കുറിച്ച് നമുക്ക് ഇതിൽ പറഞ്ഞു തന്നു. അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. യത് വിദൂർഹ്യനിരുദ്ധാഖ്യം ഋഷികാണാമതീശ്വരം ശാരദേന്ദീവരശ്യാമം സംരാധ്യം യോഗിഭിശനി തൈജസാസ്തു വികുർവാണാൽ ബുദ്ധിതത്വം അഭൂത്സതീ. രാജസഗുണത്തിൽ നിന്ന് ബുദ്ധിതത്വം ഉണ്ടായി നടന്നു. ദ്രവ്യസ്ഫുരണ വിജ്ഞാനം ഇന്ദ്രിയാണാം അനുഗ്രഹ സംശയോദ വിപര്യാസോ നിശ്ചയ സ്മൃതിരേവചം സ്വാപയിത്യുച്യതേ ബുദ്ധേർലക്ഷണം വൃത്തിതപ്രദ തൈജസാനിന്ദ്രിയാണ്യേവ ക്രിയാജ്ഞാന വിഭാഗശാം പ്രാണസ്യ ഹി ക്രിയാശക്തിർ ബുദ്ധേർവിജ്ഞാനശക്തിതം താമസച്ച വികുർവാണാൽ ഭഗവൽ വീരചോദിതാൽ. താമസഗുണത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായത്, ഭൂതങ്ങൾ ഉണ്ടായതെന്ന് നമുക്കറിയാം. ഇന്ദ്രിയങ്ങൾ ഉണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഈ താമോ ഗുണത്തിൽ നിന്നാണ് എന്തുണ്ട് മഹാഭൂതങ്ങൾ ഉണ്ടായതെന്ന് പറയുന്നു. അതിൻ്റെ പ്രത്യേകതയൊക്കെ പറയുന്നു. താമസശ്ച വികുർവാണാൽ ഭഗവൽ വീരചോദിതാൽ ശബ്ദമാത്രമഭൂൽ തസ്മാൽ നഭശ്രോത്രം ദുശബ്ദകം അർത്ഥാശ്രയത്വം. ഇങ്ങനെ ഓരോ ശബ്ദഗുണത്തിൻ്റെ പ്രത്യേകത എന്താണ്, സ്പർശഗുണത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഓരോന്നിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇനി വർണ്ണിക്കുന്ന അർത്ഥം. അർത്ഥാശ്രയത്വം ശബ്ദസ്യ ദൃഷ്ടുർലിംഗത്വം ഏവച തന്മാത്രത്വം ച നവസോ ലക്ഷണം കവയോ വിദു ഭൂതാനാം ഛിദ്രതാതൃത്വം ബഹിരന്തരമേവച പ്രാണേന്ദ്രിയാത്മധിഷ്ണ്യത്വം നഭസോ വൃത്തിലക്ഷണം. ഇതൊക്കെ ആകാശത്തിൻ്റെ വൃത്തികളായിട്ട് ആകാശത്തിൻ്റെ സ്വഭാവങ്ങളായി പറയുന്നു. നവസശബ്ദതന്മാത്രാൽ കാലഗത്യ. പിന്നെ ആ ആകാശത്തിൽ നിന്നാണ് പിന്നീട് നിന്നുണ്ടായ വായു ഉണ്ടായതെന്ന് പറയുന്നു. ഇനി അതുണ്ടായത് പറഞ്ഞിട്ട് ആ വായുവിൻ്റെ സ്വഭാവങ്ങൾ പറയുന്നു. നവസത്തന്മാത്രത്വാൽ കാലഗത്യ വികുർവതം സ്പർശോ അഭവൽ തതോ വായുത്വക് സ്പർശസ്യ സംഗ്രഹം. ഇനി ആ വായുവിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് പറയുന്നു. മൃദുത്വം കഠിനത്വം ച ശൈത്യമുഷ്ണത്വമേവചം ഏതസ്പർശസ്യ സ്പർശത്വം തന്മാത്രത്വം നഭസ്വത ചാലനം വ്യൂഹനം പ്രാപ്തി നേതൃത്വം ദ്രവ്യശബ്ദയോ സർവേന്ദ്രിയാണാമാത്മത്വം വായോ കർമാഭിലക്ഷണം. ഇത്രയും നേരം പറഞ്ഞതെല്ലാം അതിന് ശേഷം നഭസിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞതെല്ലാം വായുവിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നു. പിന്നെ വായുവിനൊന്നും രൂപഭേദം ഉണ്ടായിട്ടാണ് അഗ്നി ഉണ്ടാകുന്നത്. പിന്നെ അഗ്നിയുടെ കാര്യങ്ങളാണ്. വായോസ്പർശതന്മാത്രാൽ രൂപം ദേവേരിതാതപുൽ സമുത്ഥിതം തതസ്തേജ ചക്ഷുരൂപോപലംബനം ദ്രവ്യാകൃതിത്വം ഗുണതോ വ്യക്തി സംസ്ഥാത്വമേവച തേജസ്ത്വം തേജസസ്വാദി രൂപമാത്രസ്യ വൃത്തയം ദ്യോതനം പചനം പാനം അദനം ഹിമമർദ്ദനം തേജസോ വൃത്തയസ്തേത ശോഷണം ക്ഷുദ്രുടേവച. ഇതൊക്കെ ആ അഗ്നിയുടെ സ്വഭാവങ്ങളായിട്ട് പറയുന്നു. ഇപ്പം നേരത്തെ വായുവിൻ്റെ പറഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞതെല്ലാം അഗ്നിയുടെ സ്വഭാവങ്ങൾ. ഇനി ആ അഗ്നിയിൽ മാറ്റം വന്നിട്ടാണ് ജലമുണ്ടായത്. പിന്നെ ജലത്തിൻ്റെ സ്വഭാവങ്ങൾ പറയും. രൂപമാത്രാൽ വികുർവാണാൽ തേജസോ ദൈവചോദിതാൽ രസമാത്രമഭുൽ തസ്മാത് അംബോജിഹ്വാരസഗ്രഹം
കഷായോ മധുരസ്തിക്ത കട്ടുംള ഇതിനൈകതം ഭൗതികാനാം വികാരേണ രസയേകോ വിവിദ്യതേ ക്ലേദനം പിണ്ഡനം തൃപ്തി പ്രാണാനാപ്യായനോന്ദനം താപാവനോദോ ഭൂയസ്ത്വം അംബസോ വൃത്തയസ്തിമാം. ജലത്തിന്റെ വൃത്തികളെ പറ്റി ഈ 3 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു അർത്ഥം. ഇനി അതിൽ നിന്ന് രൂപഭേദം സംഭവിച്ചാണ് ഭൂമി ഉണ്ടാവുന്നത്. പിന്നെ ഭൂമിയുടെ സ്വഭാവം പറയുന്നു. രസമാത്രാൽ വികുർവാണാൽ അംബസോ ദേവചോദിതാൽ ഗന്ധമാത്രമബോൽ തസ്മാൽ പൃഥ്വി ഘ്രാണസ്തു ഗന്ധക. പൃഥ്വിയുടെ ഗുണം നമുക്കറിയാം, ഗന്ധമാണ്. ആ ഗന്ധം ഓരോന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് കേട്ടവർക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ ഓരോന്നിനും അടിസ്ഥാനമായി വരുമ്പോൾ ഇപ്പൊ ശബ്ദത്തിന്റെ ഗുണം ആദ്യമായിട്ട് ശബ്ദത്തിന്റെ ഗുണമാണ്. അപ്പൊ ശബ്ദത്തിന്റെ ഗുണം വായുവിനുണ്ട്, അതിന് ശേഷം വരുന്നവർക്കൊക്കെ ഉണ്ട് അർത്ഥം. ആദ്യം വരുന്ന ഗുണങ്ങൾ പിന്നീടുള്ളവയ്ക്കെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഭൂമിക്കാവുമ്പോൾ മറ്റുള്ള 5 ഗുണങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാതിൽ അടച്ചിരുന്നാലും ഈ ശബ്ദം പുറത്തേക്ക് പോകുന്ന അർത്ഥം. വായു മാത്രമേ ഉള്ളൂ വെച്ചാൽ വായുവിനെ തടഞ്ഞാൽ കുറച്ച് പോകും. ഓരോന്നിനെയും തടയുന്ന ആകാശത്തെ തടഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ആ ശബ്ദത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക. പിന്നെ വായു, ഇങ്ങനെ ഈ 5നും ബന്ധമുള്ളത് കൊണ്ട് ചിലപ്പോൾ എല്ലാം അടച്ചാലും ഈ ഭൂമിയിൽ കൂടെയും ഈ ശബ്ദം പുറത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയേണ്ട, ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കരംബഭൂതി സൗരഭ്യ ശാന്തോഗ്രാംലാദി പൃഥക് ദ്രവ്യാവയവ വൈഷമ്യാൽ ഗന്ധയേകോ വിവിദ്യത. ഇനി ഭൂമിയുടെ സ്വഭാവം. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വ ഗുണോത്ഭേദം പൃഥ്വീ വൃത്തിലക്ഷണം. ഇതൊക്കെയാണ് പൃഥ്വിയുടെ ലക്ഷണം. നേരത്തെ 2 ശ്ലോകങ്ങളിൽ പറഞ്ഞത് ആ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. 45 കരംബഭൂതി സൗരഭ്യ ശാന്തോഗ്രാംലാദിവി പൃഥക് ദ്രവ്യാവയവൈഷമ്യാൽ. അതൊക്കെയാണ് ഏതിന്റെ ലക്ഷണമായിട്ട് പറയുന്നത്? ഭൂമിയുടെ ലക്ഷണമായിട്ട് പറയുന്നത്. നാരായണാകരേ 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 നാരായണാകരേ. ഉഗ്രം, അമ്ളം, സുഗന്ധം, ദുർഗന്ധം, ശാന്തം, ഇങ്ങനെ പലതായി വേറിയുന്ന ഈശ്വരന് പ്രമാദികൾ കൊണ്ട് ആകൃതി ഉണ്ടാക്കുക, സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവയ്ക്ക് ആശ്രമമായി തീരുകയും ചെയ്യുക, ആകാശാദികളുടെ വേർതിരിക്കലിന് ഉപകരിക്കുക, ഓരോന്നിനും അതാതിൻ്റെ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുക, ഇവയെല്ലാം ഭൂമിയുടെ ലക്ഷണങ്ങളായിട്ട് ഞാൻ ഏതെങ്കിലും ഒന്നിൻ്റെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് പറഞ്ഞു തരുന്നു മാത്രം. ഇതൊക്കെയാണ് ഭൂമിയുടെ ലക്ഷണമായിട്ട് പറഞ്ഞത്. ഭാവനം ബ്രഹ്മണസ്ഥാനം ധാരണം സദ്വിശേഷണം സർവസത്വഗുണോത്ഭേദ പൃഥ്വീ വൃത്തിലക്ഷണം നവോ ഗുണവിശേഷാർത്ഥോ യസ്യതൽ ശ്രോത്രമുച്യത. ഇനി ഓരോ ഇതിനനുസരിച്ച് ഓരോ ഇന്ദ്രിയങ്ങളുടെ പേര് പറയുന്നത് നമുക്കറിയാം. ചെവി കേൾക്കാൻ, കണ്ണ് കാണാൻ എന്നൊക്കെ നമുക്കറിയാം. അതൊന്നും ഞാൻ പറയേണ്ടതില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് വായിച്ചാൽ മതി. നവോ ഗുണവിശേഷോർത്ഥോ യസ്യതൽ ശ്രോത്രമുച്യത വായോർ ഗുണവിശേഷോർത്ഥോ യസ്യതൽ സ്പർശനം വിഭു തേജോ ഗുണവിശേഷോർത്ഥോ യസ്യതൽ ചക്ഷുരുച്യത അംഭോ ഗുണവിശേഷാർത്ഥോ യസ്യതൽ രസനം വിദു ഭൂമേർ ഗുണവിശേഷാർത്ഥോ യസ്യ സഗ്രാണ ഉച്യതേ. നഭസ്സിൻ്റെ ആകാശത്തിൻ്റെ ഗുണം, ആകാശമായിട്ട് ബന്ധപ്പെട്ട ശ്രോത്രം, അതിന് ശബ്ദം. വായുവായിട്ട് ഗുണപ്പെട്ടത് സ്പർശനം, അത് വായു സ്പർശം. പിന്നെ മൂന്നാമത്തെ അഗ്നി, അഗ്നിക്ക് എന്താണ്? രൂപം, രൂപത്തിന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ജലത്തിന് എന്താണ്? ജലത്തിന് രസമറിയ, രസം എന്നുള്ളത് ആ രസത്തിൻ്റെ ഇത് നാവ്. പിന്നെ ഭൂമിക്ക് ഗന്ധമറിയാം, ആ ഗന്ധത്തിനുള്ള ഉപകരിക്കുന്ന ഉപകരണം നാസിക. ഇതൊക്കെയാണ് ഇപ്പം ഈ 5 ഇതിൽ പറഞ്ഞ അർത്ഥം. ഒറ്റ വരിയിൽ പെട്ടെന്ന് പറഞ്ഞത്. പരസ്യ ദൃശ്യതേ ധർമ്മോ ഹ്യപരേസ്മിൻ സമന്വയാൽ അതോ വിശേഷോഭാവാനം ഭൂമാവേവോപലക്ഷ്യതേ. ഇനി പറഞ്ഞു കഴിഞ്ഞ പണ്ട് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി പറഞ്ഞപ്പോൾ ഇതിന്റെ തത്വങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം ഇവ യോജിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇവയെല്ലാം വേണ്ട വിധത്തിൽ ഭഗവാനാണ് കൂട്ടിയിണക്കിയതെന്ന് പറയുന്നു. അതാണ് ഇനി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം സമാപിക്കുന്ന അർത്ഥം. ഓരോന്നിനും ഉപകരിക്കുന്ന, ഓരോ പ്രവൃത്തിയും ചെയ്യാൻ ഉപകരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവ തമ്മിൽ വിയോജിച്ചുകൊണ്ട് നിൽക്കുന്നതിനെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ജീവന് എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി വർത്തിക്കുന്ന വിധത്തിൽ ആ ലോകസൃഷ്ടി നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ സൃഷ്ടിയിൽ പറഞ്ഞു. ഇപ്പം അതിനെ ഭഗവാൻ ഒന്നുകൂടി അമ്മയ്ക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു. പരസ്യ ദൃശ്യതേ ധർമ്മോ ഹ്യപരസ്മിൻ സമന്വയാൽ അഥോ വിശേഷോ ഭാവാനാം ഭൂമാവേവോപലക്ഷ്യതേ.
ഏതാന്നസംഹത്യ ജതാം മഹദാദീനി സപ്തവൈ കാലകർമ്മഗുണോ ഭേദോ ജഗദാദീരുപാവിശൽ തതസ്തേനാനുവിദ്ധേഭ്യോ യുക്തേഭ്യോണ്ടം അചേതനം ഉത്ഥിതം പുരുഷോ യസ്മാൽ ഉദതിഷ്ടാത് അസൗ വിരാൾ. ആദ്യം വിരാൾ പുരുഷൻ ഉണ്ടായ കഥ പറയുന്നു. ആ വിരാൾ പുരുഷനിലെ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏത് ദണ്ഡം വിശേഷാഖ്യം ക്രമവൃദ്ധേർ ദശോത്തരൈ തോയാദിവിപരിവൃതം പ്രധേനേന ആവൃതൈ ബഹി എത്ര ലോകവിധാനോയം രൂപം ഭഗവതോഹരി ഹിരൺമയാ ദണ്ഡകോശോ ഉത്ഥായ സലിലേശയാൽ തമാവിശ്യ മഹാദേവോ ബഹുദാ നിർവിവേദകം ഹിരൺമയാ ദണ്ഡകോശാൽ ഉത്ഥായ സലിലേശയാൽ തമാവിശ്യ മഹാദേവോ ബഹുദാ നിർവിഭേദകം നിരവിദ്യദാസ്യ പ്രഥം മുഖം വാണീ തതോ ഭവൻ വാണ്യാ വന്നീരതോ നാസേ പ്രാണോദോ ഘ്രാണയേദയം ഘ്രാണാൽ വായുരവിദ്യോതം അക്ഷിണീ ചക്ഷുരേദയം തസ്മാത് സൂര്യോ വ്യഭിദ്യേതം കർണൗ ശ്രോത്രം തതോ ദിശം നിർവിഭേദ വിരേജസ്ത്വം നിർവിഭേദ വിരാജസ്ത്വം രോമശ്മശ്രാദയസ്തതം തഥ ഔഷധയശ്ചാസൻ ശിശ്നം നിർബിബിദേ തഥാ രേതസ്തസ്മാദാപം ആസൻ നിരവിദ്യത വൈഗുദം ഗുദാത് അപാനോപാനാച്ച മൃത്യുർലോകഭയങ്കരം നിർബിഭേദ വിരാജസ്ത്വ രോമശ്മശ്രാദയസ്തതം തഥ ഔഷധയശ്ചാസൻ ശിശ്നം നിർബിബിദേ തഥം രേതസ്തസ്മാത് ആപ ആസൻ നിരവിദ്യത വൈഗുദം ഗുദാദപാനോപാനാച്ച മൃത്യുർലോകഭയങ്കരം ഹസ്തൗ ച നിരവിദ്യേതം ബലം താഭ്യം തതസ്വരൽ പാദൗ ച നിരവിദ്യേതം ഗതിസ്ഥാഭ്യം തതോഹരീം നാട്യോസ്ത നിരവിദ്യേതാഭ്യോ ലോഹിതമാമൃതം നദ്യ തതസമഭവൻ ഉദരം നിരവിദ്യതാക്ഷുൽപിപാസേ തതസ്യാദം സമുദ്രസ്തേതയോരഭുൽ അഥാസ്യ ഹൃദയം ഭിന്നം ഹൃദയാത്മന ഉത്തിതം മനസചന്ദ്രിമാജാതോ ബുദ്ധിർബുദ്ധേർഗിരാമ്പതി അഹങ്കാരസ്തരോ തതോ രുദ്ര ചിത്തം ചൈത്യസ്തതോ ഭവൽ. ഇനി ഓരോന്നിൻ്റെയും ഉണ്ടായ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നു. നാസിക തുടങ്ങിയ ഓരോന്നിൻ്റെയും ആ 10 ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ക്രമമായിട്ട് ഇവിടെ പറഞ്ഞത്. ഏതേഹ്യഭ്യുത്ഥിതാദേവാ നൈവാസ്യോത്ഥാപനോശകൻ പുനരാവിശുഖാനീതാം ഉത്താപയിതും ക്രമാൽ വന്യർവാചോ മുഖം പേജി. ഓരോ ഗുണങ്ങളും അതാത് വിരാൽ പുരുഷൻ യോജിപ്പിച്ചപ്പോൾ അപ്പോഴൊന്നും വിരാൽ പുരുഷൻ ഉണർന്നില്ല. എപ്പോൾ മാത്രമാണ് വിരാൽ പുരുഷൻ ഉണർന്നത് എന്ന് പറയുന്നു. ഓരോന്ന് ആദ്യം വന്നി മുഖത്തിൽ, ആകാശത്ത് വന്നി മുഖത്തിൽ ചേർത്തപ്പോൾ അപ്പോൾ ആ വന്നിയുടെ ഗുണങ്ങളൊക്കെ കിട്ടി. പിന്നെ ഘ്രാണം, അതിൻ്റെ ഗുണങ്ങൾ കിട്ടി. ഇങ്ങനെ ഓരോന്നും യോജിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്തു? ചൈത്യനെ, ക്ഷേത്രജ്ഞനായുള്ള ചൈത്യൻ്റെ ആ ഘടിപ്പിച്ചതാണ് ജീവൻ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കണം. ഏതേഹ്യ അഭ്യുത്ഥിതാദേവ നൈവാസ്യുത്ഥാപനോശകൻ പുനരാവിവിശു ഖാനി തമുത്ഥാപയിതും ക്രമാൽ വന്യർവാചാമുഖം പേജി നോദതിഷ്ടത്തദാ വിരാൽ ഘ്രാണേന നാസികേ വായുർ നോദതിഷ്ടത്തദാ വിരാൽ അക്ഷിണീ ചക്ഷുഷാദിത്യോ നോദതിഷ്ടത്തദാ വിരാൽ ശ്രോത്രേണ കർണോ ച ദിശോ നോദതിഷ്ടത്തദാ വിരാൽ ത്വജം രോമവിരോഷന്ധ്യോ നോദതിഷ്ടത്തദാ വിരാൽ രേതസാ ശിശ്നമാവസ്തു നോദതിഷ്ടത്തദാ വിരാൽ ഗുദം മൃത്യോരപാനേനം നോദതിഷ്ടത്തദാ വിരാൽ ഹസ്താവിന്ദ്രോ ബലേനൈവ നോദതിഷ്ടത്തദാ വിരാൽ വിഷ്ണോർഗത്യൈവ ചരണോം നോദതിഷ്ടത്തദാ വിരാൽ നാഡീർനദ്യോ ലോഹിതേന നോദതിഷ്ടത്തദാ വിരാൽ ക്ഷുദ്രുഭ്യാം ഉദരം സിന്ധോർ നോദതിഷ്ടത്തദാ വിരാൽ ഹൃദയം മനസാ ചന്ദ്രോ നോദതിഷ്ടത്തദാ വിരാൽ ബുദ്ധ്യാ ബ്രഹ്മാഭിഹൃദയം. ബുദ്ധിയെ ബ്രഹ്മാവിനോട് കൂടി ചേർത്തപ്പോഴും എന്ത് ചെയ്തില്ല? ഈ വിരാൾ പുരുഷൻ ഉണർന്നില്ല എന്ന് പറയുന്നു. ബുദ്ധ്യാ ബ്രഹ്മാഭിഹൃദയം നോദതിഷ്ടത്തദാ വിരാൽ രുദ്രോഭിമത്യാ ഹൃദയം. രുദ്രനെ ഹൃദയവുമായിട്ട് ചേർത്തപ്പോഴും അപ്പോഴും ഈ വിരാൾ പുരുഷൻ ഉണർന്നില്ല. രുദ്രോഭിമത്യാ ഹൃദയം നോദതിഷ്ടത്തദാ വിരാൽ ചിത്തേന ഹൃദയം ചൈത്യാം
ചിത്തം ഹൃദയത്തിൽ ചിത്തത്തിൽ ആരെ ചൈത്യനെ ചേർത്തു, ക്ഷേത്രജ്ഞനായിട്ടുള്ള ചൈത്യനെ, വാസുദേവാഭിതമായ ആ ചൈത്യനെ, ക്ഷേത്രജ്ഞനെ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോഴാണ് മറ്റുള്ളവയെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങിയതർത്ഥം. ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശൽ പ്രവേശിച്ചപ്പോൾ യഥാ വിരാൽ തദൈവ പുരുഷ സലിലാൽ ഉദതിഷ്ഠത. അപ്പോഴാണ് ആ ജീവന് പ്രവർത്തിക്കാനുള്ള ശക്തി കിട്ടിയത്. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയ മനോദിയാം പ്രഭവന്തി വിനായേന നോത്താപയിതുമോജസാം. ഉറങ്ങിക്കിടക്കുന്ന ആൾക്ക് ഈ പ്രവൃത്തി ശക്തിയൊന്നും ഇല്ലാതിരിക്കാൻ കാരണം അതാണ്. അതുപോലെ ജീവൻ പ്രവർത്തിക്കണമെങ്കിൽ ഈ ചിത്തം, അതാണ് കരളിൻ്റെ ഇത്ര പ്രാധാന്യമൊക്കെ പറയുന്നത്. നമുക്ക് ഇതൊക്കെ സയൻസുമായിട്ട് കൂട്ടിച്ചേർത്താൽ പലപ്പോഴും പല സത്യങ്ങളും കണ്ടെത്താൻ കഴിയും. അതിനെപ്പറ്റി നിങ്ങൾ തപസ് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നും പാഴ്വാക്കുകളല്ലെന്ന് അപ്പോൾ നിങ്ങൾക്ക് പലതും നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധിച്ചുകൊണ്ട് ഇവയെപ്പറ്റി ചിന്തിച്ചാൽ പല സത്യങ്ങളും നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റും. ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശല്യതം വിരാൽ തദൈവ പുരുഷ സലിലാലുരതിഷ്ഠതം യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയ മനോധിയം പ്രഭവന്തി വിനായേന നോത്ഥാപയിതുമോജസം തമസ്മിൻ പ്രത്യഗാത്മാനം ദിയായോഗ പ്രവൃത്തയം ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന വിവിച്യാത്മനി ചിന്തയേത്. ഓം ദത്ത ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംസ്യം സംഹിതായാം തൃതീയസ്കന്ധേ ഷഡ്വിംശതിതമോധ്യായം. ഓം തത് ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ നമഃ. യഥാ പ്രസുപ്തം പുരുഷം പ്രാണേന്ദ്രിയ മനോധിയം പ്രഭവന്തി വിനായേന നോത്ഥാപയിതുമോജസം തമസ്മിൻ പ്രത്യഗാത്മാനം ധിയായോഗ പ്രവൃത്തയം ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന വിവിച്യാത്മനി ചിന്തയേത്. ഓം തത് ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരംസ്യം സംഹിതായാം തൃതീയസ്കന്ധേ ഷഡ്വിംശതിതമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. എത്ര ചുരുക്കി പറഞ്ഞിട്ടും 10-27 മിനിറ്റ് വേണ്ടി വന്നു. കാരണം 72 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. 72 ശ്ലോകങ്ങൾ പറയാൻ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും വിസ്തരിക്കാതെ വേഗം പറഞ്ഞു പോയത്. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ.